ഓ ആ അത് ചോദിക്കാത്ത എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇത് നടക്കട്ടെ, എനിക്ക് തീരുമാനമാവിക്കോളൂ, കുഴപ്പമില്ല. ഓക്കെ, എല്ലാം കാത്തിരുന്നല്ലേ കാണാൻ പറ്റുള്ളൂ. അടുത്ത നിമിഷം നമ്മുടെ അല്ലല്ലോ. എല്ലാ പ്രശ്നങ്ങളും ശരിയാവണമല്ലോ. ശരിയാവും, ശരിയായിക്കോളും. ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ പോരെ. ഓക്കെ, നമ്മുടെ മമ്മൂക്കയുടെ പ്രതികരണം കണ്ടില്ലേ? ഓക്കെ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കാനുണ്ട്. കുറേ ആൾക്കാർ ചോദിച്ചു ഏത് ബ്രോ അമ്പലം. ഞാൻ അതിൻ്റെയൊക്കെ ഓൾറെഡി ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുള്ളായിരുന്നു. ഏത് അമ്പലമായിരുന്നു, എങ്ങനെയായിരുന്നു, എങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഒക്കെ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു. ആ അമ്പലത്തിലെ വിഷയങ്ങളാണ് കൂടുതലും. പിന്നെ ഇന്നത്തെ ശ്വേതാമേനം വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഈ പറയുന്ന കൂട്ട് ഞാൻ എന്തുവാ സംഘിക്ക് ഒന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പുള്ളിയുടെ ഫാമിലി മൊത്തം കോൺഗ്രസ് ആയിരുന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ അന്നും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ശ്വേതാമേനോൻ്റെ മാത്രമല്ല സംസാരിച്ചത്, പുള്ളിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു. ആ വ്യക്തിയാണ് ഈ പറയുന്ന BJPയിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അമിത്ഷായുടെ എന്താ പറയണ്ടേ ചില ലെറ്ററും കാര്യങ്ങളൊക്കെ പുള്ളിയാണ് ഈ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കത്തില്ലായിരിക്കും. ഇവനെന്ത് ഇനി പുതിയ കഥയായിട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ആൾക്കാർ പറയും. ഹസ്ബൻഡിൻ്റെ കാര്യം ഞങ്ങൾ സംസാരിക്കുന്നത്. പുള്ളി കട്ട ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. പുള്ളിയാണ് ഇതിൻ്റെ ഇടയിൽ നിൽക്കുകയൊക്കെ ചെയ്തതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതായിരുന്നു അന്ന് ഞങ്ങളുടെ വീഡിയോ കൂടെ വിളിച്ചു പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ. മനസ്സിലാക്കണം നിങ്ങൾ. ഇപ്പോൾ ശ്വേതാമേനോന് എനിക്കൊന്നും ഇല്ലെന്നും പറഞ്ഞ് വേണമെങ്കിൽ നൈസായിട്ട് ഒഴിഞ്ഞു മാറാൻ പറ്റും. അത് ന്യൂസുകാർക്കും പബ്ലിഷ് ചെയ്യാനും പറ്റും. ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ പറയണമല്ലോ. എങ്ങനെയായാലും ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, അതെല്ലാവർക്കും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അദ്ദേഹത്തിന് വേണ്ടിയാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൽ നമുക്ക് ബാക്കിയും കൂടെ വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അൻസിബയ്ക്ക് നീതി കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷമായെന്നും കൂടെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കാം. പിന്നെ ഹൈപ്പും കൂടെ കൊടുക്കാൻ മറക്കരുത്. ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പും കൂടെ വരും, അത് തീർച്ചയായിട്ടും കൊടുക്കണം. പരമാവധി ഷെയറും കൂടെ ചെയ്തു. അമ്മയിൽ നിന്ന് താൻ നേരിട്ട പ്രശ്നങ്ങൾ തുറന്ന് എഴുതി നടി ശ്വേതാമേനോൻ തനിക്കെതിരെ ചിലർ വ്യാജ പ്രചരണങ്ങളും വ്യക്തിഹത്യയും നടത്തി. ഒരു പാവയാകാൻ താനില്ലെന്നും ശ്വേതാമേനോൻ ഈ കുറിപ്പിൽ ആവർത്തിച്ചു. ഇത് അന്ന് ചെയ്ത വീഡിയോ ആണ്. ഞാൻ അതിൻ്റെ കട്ടിങ്സാണ് ഞാൻ കാണിക്കുന്നത്. അന്ന് ആ അമ്പലത്തിൽ കൂടെ ഈ അൻസിബയാണ് പല ആൾക്കാരെയും എന്താ പറയുന്നത് ടൂറിന് ഈ ബാംഗ്ലൂർ പോകാൻ യാത്രക്കാരെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്തത് ഈ പറയുന്ന അൻസിബയാണ്. അപ്പോഴാണ് ചില ആൾക്കാരൊക്കെ ചോദിച്ചത് അൻസിബ എന്താ അമ്പലത്തിൽ, കാരണം മുസ്ലിം വർഗീയത എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയതൊക്കെ. ഇതൊക്കെ ഞങ്ങളുടെ വീഡിയോ പറഞ്ഞപ്പോഴൊക്കെ ഞങ്ങളെ കളിയാക്കുമായിരുന്നു ഓരോ വ്യക്തികളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അൻസിബയ്ക്ക് അൻസിക എന്നാണ് പറഞ്ഞതെന്നോ ഏതാണ്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിയാ, ആ സമയത്ത് ദിയകൃഷ്ണയുടെ കോൺട്രവേഴ്സി നടന്ന സമയത്ത് അൻസിബയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുള്ള കാര്യം തന്നെയാണ്. കാരണം 4 വീഡിയോ അത് ചെയ്യുമ്പോൾ 3 വീഡിയോ ഇതായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം സബ്സ്ക്രൈബേഴ്സ് പല ആൾക്കാരാണ് നമ്മുടെ അപ്ഡേറ്റിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അങ്ങോട്ടൊക്കെ പേര് മാറി എന്നൊക്കെ ആയിരിക്കും. ഞാൻ കട്ടിങ്സ് ആട്ടോ ഇപ്പൊ വെച്ച് പോകുന്നത്. മെയിൻ ലോങ് വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അതുൽ വ്ളോഗ്സ് യൂസർ സൈക്കോ. ഞാൻ എപ്പോഴും പറയത്തില്ല നിങ്ങളോട്, ഈ 2 എണ്ണത്തിന്റെ കാര്യം ഞാൻ എപ്പോഴും പറയും. രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയാണ്. നമ്മളൊരു ഫാമിലി പോലാണ്. എന്ത് കാര്യത്തിനും ഒരുമിച്ചാണ് ഞങ്ങൾ 3 പേര് നടക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ എക്സ്ക്ലൂസീവും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന ഈ 2 വ്യക്തികളാണ്. ഒരു സൈഡിൽ കൂടെ ഈ പറയുന്ന യൂഷ്വൽ സൈക്കോ എല്ലാ കാര്യങ്ങളും ചോർത്തി കൊണ്ടുവരും, കാര്യങ്ങൾ അന്വേഷിക്കും. പിന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന മൊത്തം അതുൽ വ്ളോഗ്സ് ആണ്. ഇവരെല്ലാമാണ് കാര്യങ്ങളെല്ലാം A to Z കാര്യങ്ങൾ അപ്ഡേറ്റുകൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നതും അവരുടെ ചാനലിലോട്ട് പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഒരു മനുഷ്യരും നമ്മളൊക്കെ കള്ളക്കഥകൾ ഉണ്ടാക്കുകയെന്നാണ് വിചാരിക്കുന്നത്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ തുറന്നു പറയുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ അമ്മയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ പലതും നമ്മൾ 2 ആഴ്ച മുമ്പ് നമ്മുടെ വീഡിയോയ്ക്കകത്തെല്ലാം ഇത് പറഞ്ഞിട്ടുള്ളതാണ്. മെയിനായിട്ട് ഈ പറയുന്ന യൂഷ്വൽ സൈക്കോ അതുലുമാണ്. അപ്പം മാല പാർവതി തന്നെ പറയുന്നുണ്ടല്ലോ, അവരും പറയുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ആ അമ്പലത്തിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ വരാം.
ലക്ഷ്മിപ്രിയയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് പഴയ കേസ് കഥകളൊക്കെ. ആദ്യം നിങ്ങൾ ഈ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണും. ഒക്കെ ആരും സ്കിപ്പ് അടിച്ച് പോകില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്രധാനപ്പെട്ട കുറേ നടന്മാർ ഈ അമ്പലത്തിൽ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാരാണ്? നമ്മുടെ മറ്റേ അനുസിത്താരയോ എന്താ പറയുക പേര്? ഇത് ഞാൻ എൻ്റെ പഴയ വീഡിയോ ഒന്ന് കട്ട് ചെയ്തതാണ്. ഇപ്പോൾ അവർ അമ്പലത്തിലെ പേജൊക്കെ മാറ്റി ഈ വീഡിയോസ് കുറേയൊക്കെ മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ അതൊന്നും കാണുന്നില്ല. കാരണം നമ്മൾ പോയത് കറക്റ്റ് വേയിലെന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേയൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. ഇതാ പഴയ, അതുകൊണ്ടാണ് ഞാൻ പഴയ വീഡിയോ ഒന്ന് ഞാനിത് കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നത്. ഇത് അവരാണ്. ഓക്കെ, ആ നടിയുടെ ഒരുപാട് ആൾക്കാരുടെ ഉണ്ട്. ലൻസിബയുടെ നടൻ ജയസൂര്യയുടെ എല്ലാവർക്കും നമസ്കാരം. 2000 വർഷം പഴക്കമുള്ള ജയസൂര്യ, പിന്നെ മാളവിക, ഇവര് മാളവിക വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ മാളവികയും ജയസൂര്യയുടെയും ആ ഒരു പരിപാടി ഞാൻ നീലക്കുയിലെ കൂടെ കണ്ടതാണ്. കണ്ടില്ലേ, ഒരുപാട് ആൾക്കാർ. കൊച്ചൊരു അമ്പലമാണ്. പണ്ട് മോഹൻലാൽ ഇവിടെ വന്നിട്ടുള്ളതാണ്. അവിടെ പറയുന്ന ഈ നന്ദകുമാർ, അദ്ദേഹം അത്യാവശ്യം ബ്ലാക്ക് മണി കേസായിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. അദ്ദേഹത്തിൻ്റെയാണ് ഈ അമ്പലം. അദ്ദേഹമാണ് അവിടുത്തെ മെയിനായിട്ടുള്ള ആളും കാര്യങ്ങളൊക്കെ. അപ്പം ആ ഒരു കെയർ ഓഫിൽ നിന്നാണ് അമ്മയ്ക്ക് 75 ലക്ഷം രൂപ കിട്ടിയത്. അമ്മ സംഘടന എന്ന് 75 ലക്ഷം രൂപ കിട്ടിയത്. പക്ഷേ 75 ഗൈസ് കിട്ടിയത്, അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കും അത് അറിയത്തില്ല. 75 ഒന്നുമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറം ഒരു എമൗണ്ട് കിട്ടി. അതിൽ നിന്ന് കുറേയൊക്കെ കമ്മീഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നടന്നതിനെതിരെയാണ് ഈ അൻസിബ സംസാരിച്ചതും. അവിടെയാണ് പുള്ളിക്കെതിരെ വർഗീയതവാദി എന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളുണ്ടായി. എന്തിനാണ് അൻസിബ അവിടെ അമ്പലത്തിൽ പോയേ എന്നുള്ള രീതിയിലാണ് അത് ചോദിക്കുന്നത്. നമ്മുടെ സ്കൂലസ്ത്രീ ആയിരിക്കുമല്ലോ, ഒരു നാണവും മാനവും ഇല്ലാതെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കത്തണ്ടേ. ഇവരൊക്കെ ഉണ്ട്, ഈ നടിമാരൊക്കെ ഉണ്ട് ഇവിടെ. അയ്യോ മോനെ, നിങ്ങൾ നോക്കിയാൽ മതി. കണ്ടോ, ഇവരെല്ലാം വന്നിട്ടുണ്ട്. ഇനി ശ്വേതാ മേനോന്റെ കാര്യത്തിലോട്ട് നമുക്ക് ന്യൂസിലോട്ട് വരാം. അതൊന്ന് വെക്കാം. ിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോയതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണും, തനിക്ക് പലതും പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു ശ്വേതാമേനോൻ. പക്ഷെ അത് ഉണ്ടായില്ല. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ തുറന്നെഴുത്ത്. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? പ്രധാനമായി ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ശ്വേതാമേനോന്റെ തുറന്നു പറച്ചിൽ. അതിൽ അവർ പറയുന്നത്, ഞാൻ രാജിവെച്ചതിന്റെ കാരണം ആരുടെയും കയ്യിലെ പാവയായി മാറാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ സംഘടനയുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിന്റെ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരായി മോശം പ്രചരണങ്ങളും വ്യക്തിഹത്യാ ശ്രമങ്ങളും ഒക്കെ നടത്തിയിരുന്നു. എന്നാൽ അതൊക്കെ ഉണ്ടായിട്ടും സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി താൻ ജയിച്ചു. തന്റെ കഴിവിന്റെ പരമാവധി സംഘടനയ്ക്കായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അംഗങ്ങൾ ഉറപ്പു നൽകുകയാണെന്ന് ശ്വേത പറയുന്നുണ്ട്. പക്ഷേ ഇതിലെ സ്വാർത്ഥ താല്പര്യക്കാർ കഴിഞ്ഞ കമ്മിറ്റിയിലെ, അവർക്ക് മുമ്പ് പ്രവർത്തിച്ചിരുന്ന കമ്മിറ്റിയിലെ ചില അംഗങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പോലും ഈ തന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ അനുവദിച്ചില്ല എന്ന് ശ്വേത പറയുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ 2 ഭരണസമിതികളുടെയും അതുപോലെ ശ്വേത നയിച്ച കമ്മിറ്റിയുടെയും കണക്കുകളെ കുറിച്ച് സമഗ്രമായി ഒരു പരിശോധന വേണം. പൂർണ്ണ സ്വകാര്യതയും ഉത്തരവാദിത്വം ഉറപ്പാക്കാനുള്ള ഒരു ഓഡിറ്റ് നടത്തണം എന്നുള്ളതാണ് ശ്വേത ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, തന്റെ രാജിക്ക് ശേഷവും കഴിഞ്ഞ കാലത്തെ കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ സംശയങ്ങളും ദുരാരോപണങ്ങളും ഒക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്നും അതിന് വ്യക്തമായ വിശദീകരണം നൽകണമെങ്കിൽ അങ്ങനെ ഒരു ഓഡിറ്റ് വേണമെന്നുമാണ് ശ്വേത പറയുന്നത്. മാത്രമല്ല, അവർക്കെതിരെ രാഷ്ട്രീയ ആരോപണം ഉയർന്നിരുന്നു. BJP സ്ഥാനാർത്ഥികളെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്വേത ശ്രമിച്ചു എന്നുള്ള തരത്തിൽ അതിന് അവർ പറഞ്ഞത്, ഞാനൊരു സംഘീയമല്ല, ഒരു കമ്മ്യൂണിസ്റ്റുമല്ല. BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ LDF സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലും താൻ പങ്കെടുത്തില്ല. മുമ്പും ശേഷവും ഇത്തരം രാഷ്ട്രീയ വേദികളൊന്നും താൻ പോയിട്ടില്ല എന്നുള്ളതാണ് ആ ആരോപണത്തിലുള്ള ശ്വേതയുടെ മറുപടി. മറ്റു പലരും ഇത്തരത്തിലുള്ള പരിപാടികൾക്കൊക്കെ പോകുമ്പോഴും അതിൽ നിന്നെല്ലാം രാഷ്ട്രീയ വേദികളിൽ നിന്നൊക്കെ അകന്നു നിൽക്കാനാണ് താൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിനും വഴങ്ങാതെ സംഘടനയുടെ സ്വതന്ത്രമായ നിലപാട് സംരക്ഷിക്കാൻ മാത്രമേ ഇന്നും താൻ ശ്രമിച്ചിട്ടുള്ളൂ. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് തന്റെ രാജി തീരുമാനമെടുത്തത്. തന്റെ ബലഹീനത കൊണ്ടല്ല, തന്റെ ആത്മാഭിമാനം കൊണ്ടാണ് എന്നും ശ്വേത പറയുന്നു. ഇത് ഒന്നിലേറെ ഭാഗങ്ങളായി ഇനിയും ഇതിന്റെ തുടർച്ചയിൽ തുറന്നെഴുത്തുകൾ ഉണ്ടാകുമെന്നാണ് ശ്വേത സൂചിപ്പിക്കുന്നതിലെ പാർട്ട് 1 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ശ്വേത പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പാർട്ട് 1 എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എൻ്റെ പൊന്നു മേഡം, എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള രീതിയിലൊക്കെ. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഇവർക്ക് പാർട്ടിയിലൊന്നും മെമ്പർഷിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇവിടെ മെയിനായിട്ട് പുള്ളിക്കാരി തടി തപ്പാൻ നോക്കിയത് പുള്ളിയുടെ ഹസ്ബൻഡിൻ്റെ ഒരു പേര് ഇവിടെ വരുന്നുണ്ടായിരുന്നു. കുറേ യൂട്യൂബേഴ്സൊക്കെ അതിനെക്കുറിച്ച് ചർച്ചയും ചെയ്തിട്ടുള്ളതായിരുന്നു.
അതിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ കാട്ടിക്കൂട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവരിലോട്ട് നമ്മൾ ലക്ഷ്യം വെക്കത്തുള്ളൂ. കാരണം ഇപ്പം അമ്മ സംഘടനയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ശ്വേതാ മേനോനായിരുന്നു പ്രസിഡന്റ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേ ഫോക്കസ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതറിയാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി നിങ്ങളുടെ മുന്നിൽ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് ഇഗ്നോർ ചെയ്ത് വിടാം. അത്ര എനിക്ക് പറയാം. ഇനി നമ്മുടെ ചേച്ചിയുടെ പണ്ടത്തെ വീഡിയോ ആണ് ഇപ്പോൾ കിടന്ന് ട്രെൻഡായി, ഇങ്ങനെ കിടന്ന് ട്രെൻഡിങ് നമ്പർ 20 ആയിക്കൊണ്ടിരിക്കുന്നത്. പഴയ സാധനമൊക്കെ അടിച്ച് കയറുമോ ലക്ഷ്മി ചേച്ചിയുടെ? അതൊന്നും ഞാൻ വെച്ച് തരാം. എൻ്റെ പൊന്നോ, എനിക്കേ പറ്റുള്ളൂ, അല്ലാണ്ട് എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പോലും പറ്റില്ല. നമുക്കൊക്കെ നീതി കിട്ടും. നമ്മൾ ആത്മഹത്യ ചെയ്യുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നീതി കിട്ടും. എന്താണ് ലക്ഷ്മി സംഭവിച്ചത്? ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ശരിക്കും അതിനകത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ചെറിയ എമൗണ്ടിന്റെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പിന്നെ റീജിയണൽ ഓഫീസ് ഉണ്ട് കാക്കനാട്. ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ ചിട്ടി സ്കീം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ തൃപ്പൂണിത്തുറ ബ്രാഞ്ചിൽ നിന്നാണ് ഇനിയിപ്പോൾ ഉടനെ പുതിയ കുറി തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ലക്ഷ്മി അവിടെ ഒന്ന് കാണുമോ എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ ഒരു അമ്പിളി എന്ന് പറഞ്ഞിട്ട് ഒരു മാമിന്റെ നമ്പറും എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ആ പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്തു. അവർ വളരെ പ്ലീസിങ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ ഈ ചിട്ടിയെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. അപ്പൊ ആദ്യത്തെ അടവെന്ന് പറഞ്ഞാൽ 2 ലക്ഷമാണ്. പിന്നെ നമുക്ക് 30% കിഴിവ് പോയിട്ട് പിന്നെ 1.5 ലക്ഷം രൂപ വെച്ചിട്ട് അങ്ങനെ 48 മാസമാണ് അടവ് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്കൊരു പിന്നെ ഇപ്പൊ എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 50 ലക്ഷം രൂപയുടെ ആവശ്യമാണ് എനിക്കുള്ളത്. അപ്പൊ കുറി വീഴുമ്പോൾ നിങ്ങൾ എനിക്ക് ആ തുക എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആകെ വേറെ പ്രോപ്പർട്ടി ഒന്നും എനിക്ക് കേരളത്തിലില്ല. ആകെപ്പാടെ എനിക്കുള്ളത് തൃശ്ശൂർ ഒരു 2500 സ്ക്വയർ ഫീറ്റ് 2800 സ്ക്വയർ ഫീറ്റ് ഒരു വീടും 15 സെന്റ് സ്ഥലവുമാണ്. അത് മാത്രമേ എനിക്ക് ഉള്ളൂ എന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തു. അപ്പൊ അതിന് വർഷങ്ങൾക്ക് മുമ്പ്, അത് ഹൗസിംഗ് ബോർഡിന്റെ വീടാണ്. അപ്പൊ അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൃശ്ശൂർ അന്നത്തെ കളക്ടർ വാല്യൂ ഇട്ടിട്ടുള്ളത് പെർ സെന്റിന് 80 വെച്ചിട്ടാണ് 80,000 വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ന് മാർക്കറ്റ് വാല്യൂ എത്രയോ കൂടിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ വേറൊരു ഓണറുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പൊ തന്നെ വാല്യൂ കൂടിയിട്ടുണ്ടാവും. അപ്പൊ അവര് പറഞ്ഞു പ്രോപ്പർട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് തരാം. അപ്പൊ 70 ലക്ഷമാണ് നമുക്ക് വരുന്നത്. അപ്പൊ 20 ലക്ഷം അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എനിക്ക് 50 ലക്ഷം തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ചിട്ടി ചേരാനുള്ളതൊക്കെ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ അമ്പിളി എന്ന് പറഞ്ഞ മാം എന്നെ വീണ്ടും കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു മാം ഇപ്പൊ ചിട്ടി നമ്മളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുകയാണ്. കാരണം ഈ കോവിഡിന്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാരൊന്നും ചേരുന്നില്ല. മാമിന് പറ്റുമോ ഒരെണ്ണം കൂടി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു വലിയ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു സ്വപ്നം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ. വലിയ മനുഷ്യർക്കും ഉണ്ടാവും, ചെറിയ മനുഷ്യർക്കും ഉണ്ടാവും, നമ്മളെ പോലത്തെ സാധാരണക്കാർക്കും ഉണ്ടാവും. അപ്പൊ എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളതിന്റെ പിന്നാലെയാണ് കുറെ നാളായിട്ട് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു മാം എനിക്കിങ്ങനെ തൃപ്പൂണിത്തുറ തന്നെ എനിക്കൊരു വലിയ പ്രോപ്പർട്ടി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടുവിട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതനുസരിച്ച് എനിക്ക് ആദ്യം ഈ 50 ലക്ഷം രൂപ തരികയും അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് റോൾ ചെയ്യാലോ. അപ്പൊ എനിക്ക് എൻ്റെ പ്രോപ്പർട്ടി വെച്ച് 50 ലക്ഷം തരികയും പിന്നീട് എനിക്ക് ഈ വലിയ പ്രോപ്പർട്ടി എടുക്കണം. അത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത്. അപ്പൊ അതിന്റെ ഓണർ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേനും വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് മാം കുറി വീഴുന്നതനുസരിച്ച് എമൗണ്ട് റിലീസ് ചെയ്ത് ഈ പ്രോപ്പർട്ടി കൊണ്ട് കാണിക്കുകയും ചെയ്തു ഞാൻ അവര്. ഇതാണ് ഈ പ്രോപ്പർട്ടി, അതിന് ഇത്രയും മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഹിൽ പാലസിന്റെ അടുത്താണ് പ്രോപ്പർട്ടി. അപ്പൊ അവരെ കൊണ്ട് കാണിച്ചു. അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയി. ഈ പ്രോപ്പർട്ടിയുടെ പുറത്ത് ബാക്കിയുള്ള ചിട്ടി എമൗണ്ട് തരാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കുറി ചേരാൻ പോയി. ഞാൻ 4 കുറി ചേർന്നു. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഒരു കുറി ചേർന്നു. അങ്ങനെ എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ മൊത്തം 5 കുറി ഞാൻ KSFയിൽ ചേർന്നിട്ട് 3-ാമത്തെ കുറി തന്നെ ഹസ്ബൻഡിന്റെ പേരിലുള്ളതാണ്. 3-ാമത്തെ നറുക്ക് ഞങ്ങൾക്ക് തന്നെ കിട്ടി. അപ്പൊ ഈ പറയുന്ന 70 ലക്ഷം രൂപ വരും. അപ്പൊ എന്റെ പ്രോപ്പർട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 50 ലക്ഷം തരും. അവരുമായിട്ടുള്ള കരാർ അങ്ങനെയാണല്ലോ. 50 ലക്ഷം അവര് തരും. 20 ലക്ഷം രൂപ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ള കരാറുമേലാണ് ഇരിക്കുന്നത്. നമ്മളുടെ പ്ലാനിങ് മുഴുവനും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അതനുസരിച്ചാണ്. കാരണം ഈ 6 ലക്ഷം രൂപ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. അപ്പൊ ഈ മന്തിൽ അപ്പൊ ഇത് തന്നെ നമുക്ക് കുറച്ച് നാൾ റോൾ ചെയ്യാനുള്ളൊരു എമൗണ്ട് ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇവര് വാല്യുവേഷന് വേണ്ടിയിട്ട് അതിന് മുമ്പ് ഡോക്യുമെന്റ്സിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തു. സ്കെച്ച്, പ്ലാൻ, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. ഇതെല്ലാം കൊടുത്തു. അവരതൊക്കെ നോക്കി വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ലീഗലിന് അയച്ചു.
ലീഗലിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പിന്നെ ഹസ്ബൻഡുമായിട്ട് ഇവര് തൃശ്ശൂർ പോയിട്ട് പ്രോപ്പർട്ടി വാല്യുവേഷന് വേണ്ടിയിട്ട് പോയി. അതുവരെയൊക്കെ എല്ലാം ഭംഗിയായിട്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 1,15,00,000 രൂപ ഇപ്പൊ എങ്ങനെ പോയാലും മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു സ്ഥലമാണത്. ആ സ്ഥലത്തിന് KSFE ഇടുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ 78 ലക്ഷം രൂപയാണ് വാല്യൂ ഇടുന്നത്. ഓക്കെ, ഈ 76 ലക്ഷം രൂപ. അപ്പൊ എനിക്ക് 38 ലക്ഷം രൂപ എന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കി ഉള്ള എമൗണ്ട് KSFEക്ക് അവിടെ FD ഇട്ട് വെക്കണം. FD ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 70 ലക്ഷം രൂപ നമ്മൾ FD ഇട്ട് വെച്ചാലും KSFEന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മാസം 24,000 രൂപയാണ്. ഓക്കെ, അപ്പൊ 24,000 രൂപ ഇൻട്രസ്റ്റിൽ 1,26,000 രൂപ വെച്ചിട്ട് കസ്റ്റമർ അങ്ങോട്ട് അടയ്ക്കുകയും ചെയ്യും. 70 ലക്ഷം രൂപ KSFEക്ക് യാതൊരു കൈനനവും ഇല്ലാണ്ട് FD ആയിട്ട് അവർക്ക് ഇടാനും പറ്റും. 4-5 കൊല്ലത്തേക്ക് ഇടാനും പറ്റും. അപ്പൊ എന്റെ റോളിങ് കംപ്ലീറ്റ് തകരുകയല്ലേ, എന്റെ എല്ലാ ഇതും പറ്റുകയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു മാഡം വേറെ എന്താണ് ഒരു വഴി? അപ്പൊ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാഡം കുറെ സ്വർണം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ കയ്യിലൊക്കെ ഒരു മാക്സിമം പോയ ഒരു 10-40 പവന്റെ സ്വർണം കാണും, അതിൽ കൂടുതലൊന്നുമില്ല. 40 പവന്റെ സ്വർണം, എന്റെ പൊന്നോ. 40 പവന്റെ സ്വർണം എന്നൊക്കെ പറഞ്ഞു ഒന്നുമില്ലേ ചേച്ചിയെ? ഒന്നുമില്ലേ? അയ്യോ, അത്രേ ഉള്ളു. സ്വർണത്തിനൊക്കെ എന്താ വില? ഇത് 5 വർഷം മുമ്പ് ഉള്ളതാണെങ്കിൽ പോലും അന്നും സ്വർണത്തിന് നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം റോളും ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ച് കൊള്ളാം. എന്തായാലും പണി കിട്ടിയതാ കണ്ട. പറ കേക്കട്ടെ. അപ്പൊ സ്വർണത്തിന് ഇവര് വാല്യൂ ഇടുന്നെന്ന് പറഞ്ഞാൽ പിന്നെ പവൻ 24,000 രൂപയാണ് ഒരു പവന്റെ പുറത്തിടുന്നത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 37,000-38,000 രൂപയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഭയങ്കരമായ ഒരു അന്തരമുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കിലോ കണക്കിന് സ്വർണം നമ്മൾ ഈ ഒരു KSFEയിലെ ജാമ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കിലോ കണക്കിന് സ്വർണം കൊണ്ടുവെക്കേണ്ടി വരും. ഒരു സാധാരണക്കാരനായ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആരുടെ കയ്യിലും അത്രയും കിലോ കണക്കിന് സ്വർണം ഇപ്പോഴത്തെ ഒരു വില നിലവാരത്തിൽ ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ എന്താണ് ഒരു വഴി? അപ്പൊ പറഞ്ഞ മാം ഒരു കാര്യം ചെയ്യൂ, വേറെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള സൗഹൃദങ്ങളൊന്നും ഇല്ല. നമുക്കൊരു പ്രോപ്പർട്ടി തന്ന് സഹായിക്കാൻ പറ്റുമോ? നമ്മളെ കടം തന്ന് ചെറിയ എമൗണ്ട് ഒക്കെ നമുക്കിപ്പോൾ അങ്ങോട്ടും കൊടുക്കാറുണ്ട് ഇങ്ങോട്ടും കിട്ടാറുണ്ട് എന്നല്ലാതെ നമുക്കൊന്നും നമ്മുടെ ജീവിതത്തിലൊന്നും അങ്ങനത്തെ ഒരു സഹായം ഒന്നും കിട്ടുന്ന ആൾക്കാരല്ല. അതൊന്നും നമ്മളെ സംബന്ധിച്ചില്ല. അപ്പോൾ ഇങ്ങനെ ട്രിവാൻഡ്രത്ത് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് തന്നാൽ മതി, ആ ഒരു എഗ്രിമെന്റിൽ ഞാൻ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ വീട്ടിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് പ്ലോട്ടാണ്, റോഡ് സൈഡിലുള്ള പ്ലോട്ടാണ്. അതായത് മരുതൻകുഴി, ട്രിവാൻഡ്രം അറിയുമെന്ന് എനിക്കറിയില്ല, ട്രിവാൻഡ്രം മരുതൻകുഴി ജംഗ്ഷനിൽ നിന്ന് 400 മീറ്റർ മാത്രം അകലെയുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. സെന്റിന് അവിടെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചാണെങ്കിൽ പോലും 17-18 ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പ്ലോട്ടാണ്. അപ്പോൾ അവിടുത്തെ മാനേജറാണ് വന്നിട്ട് വാല്യുവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവര് ജസ്റ്റ് ഫോണിൽ ഡിസ്കസ് ചെയ്തു. ഇവിടുത്തെ മാനേജർ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ 10-16 ലക്ഷം വെച്ചിട്ട് സെന്റിന് വിലയുണ്ട് കേട്ടോ എന്ന് ആ പുള്ളി പറഞ്ഞു. അവിടുത്തെ മാനേജറുടെ പേര് അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്, ശാസ്ത്രമംഗലം ബ്രാഞ്ചിന്റെ മാനേജർ. അദ്ദേഹം പറഞ്ഞു 10-16 ലക്ഷം വിലയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഞങ്ങളെ വിളിച്ചിട്ട് മാം അത് വെച്ചിട്ട് നമുക്ക് 70 ലക്ഷം തരാം, മാമിന്റെ തൃശ്ശൂരത്തെ പ്രോപ്പർട്ടി വേണ്ട കേട്ടോ എന്നൊക്കെ ഇവര് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. അതനുസരിച്ച് ഈ വിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടനും ജിനീഷ് എന്ന് പറഞ്ഞ ചേട്ടനും കൂടെ ഈ പ്രോപ്പർട്ടി വാല്യുവേറ്റ് ചെയ്യിക്കാനായിട്ട് ഇദ്ദേഹം വേണം വരാനായിട്ട്. അവിടെ കൊണ്ടുവന്ന് കാണിക്കുമ്പം ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ആ പ്രോപ്പർട്ടി ഒരു മാനേജർക്ക് യാതൊരു വിധത്തിലും യോജിക്കാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ ഇദ്ദേഹം ആ പറമ്പൊന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ആകെ ഈ ട്രിവാൻഡ്രത്തെ പ്രോപ്പർട്ടി നമ്മുടെ തൃശ്ശൂരത്തെ ഓൾറെഡി കണ്ടല്ലോ അവിടുത്തെ. അപ്പൊ ഈ മാനേജർ എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ പ്രോപ്പർട്ടി ഒന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ഫയല് ഡോക്യുമെന്റ്സ് ഒക്കെ കൈ കൊടുക്കുമ്പോൾ പുള്ളി അത് വാങ്ങിക്കാനും ഒന്നും കൂട്ടാക്കുന്നില്ല. എന്നിട്ട് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു 8 ലക്ഷം രൂപ മാത്രമേ സെന്റിന് ആ പ്രോപ്പർട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ ബസ് ഓടുന്നതിന്റെ ഒരു 1.5 സെന്റിന് ഇപ്പൊ റോഡ് വീതി കൂട്ടി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഈ 10.25 സെന്റ് സ്ഥലം എന്ന് പറയുന്നത്. അതിന് ഇവര് പറയുന്നത് 8 ലക്ഷം രൂപ വെച്ചിട്ടേ മാർക്കറ്റ് വാല്യൂ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇവരെ വിളിച്ചിട്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എന്നെ വിളിച്ചിട്ട് മാഡം അത് നടക്കില്ലല്ലോ. അപ്പോ ഒരു പ്രോപ്പർട്ടിക്ക് പിന്നെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇവര് KSFE ഇടുന്നൊരു വിലയുണ്ട്. മാർക്കറ്റ് വാല്യൂ അതിന്റെയൊക്കെ 4 ഇരട്ടി ആയിരിക്കും. അപ്പൊ KSFE ഇടുന്നൊരു വില ഇപ്പം 40 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 ലക്ഷം രൂപ ഇവര് തരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ തമ്പാനൂര് ജംഗ്ഷനിലോ നമ്മൾ തൃപ്പൂണിത്തുറ ജംഗ്ഷനിലോ എറണാകുളത്തെ MG റോഡിലോ ഒരു സ്ഥലം കൊണ്ട് കാണിച്ചാലും KSFE പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ
ആ സാറിനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോയി കണ്ടു. അഷ്റഫ് എന്ന് പറഞ്ഞ സാറിനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോയി കണ്ടു. സാറ്, ഞങ്ങളാണിത് 3 മാസമായി കുറി വീണ് കിടക്കുന്നു, ഞങ്ങൾക്ക് അത് എങ്ങനെയെങ്കിലും എടുക്കണം, എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് എമൗണ്ട് അടയ്ക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നത് ഇത് നമ്മളായിരുന്നു, എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വരുന്നത്, ഇവിടെ കുറി ഇപ്പൊ തുടങ്ങാനായിട്ട് പോവാ, താൻ ഒരു 2-3 കുറി ഇവിടെ ചേരാൻ, എന്നാൽ തനിക്ക് ഞാൻ 1 കോടി രൂപ അതിന് വാല്യൂ ഇട്ട് തരാമെന്ന്. അപ്പൊ 1 കോടി രൂപ KSF വാല്യൂ ഇട്ടാൽ അതിന്റെ പകുതി 50 ലക്ഷം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ 50 ലക്ഷം രൂപ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും 6 ലക്ഷം രൂപ വെച്ചിട്ട് ശാസ്തമംഗലത്ത് ബ്രാഞ്ചിൽ അടയ്ക്കണം. അപ്പൊ ഞാൻ പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹത്തിനെ പോയിട്ട് കാണുമ്പോൾ പുള്ളി നിർബന്ധമായിട്ട് എന്നെ കൊണ്ട് ഞാൻ അടുത്ത കുറി ചേരാം എന്ന് പറഞ്ഞിട്ട് 1 കുറിയെങ്കിലും ചേരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അവരവിടെ എഴുതി മേടിപ്പിക്കുകയാണ് ചെയ്തത്. എനിക്ക് ചേരാൻ പറ്റില്ല, എനിക്കത് കൊടുക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും അപ്പോഴത്തെ ആ ഒരു നമ്മളെ ഒരു വേറൊരു ഇതിൽ കൊണ്ട് ആക്കുക, എന്നിട്ട് നമ്മളെ കൊണ്ട് അവിടെ ചിട്ടി ചേരാമെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിടിപ്പിച്ചിട്ട് വന്നിട്ടും പുള്ളി വാല്യുവേഷൻ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇങ്ങോട്ട് അയക്കുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, മാഡം അത് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എന്താ ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ശരി മാഡം അതൊക്കെ പോട്ടെ, മാഡം ഈ 38 ലക്ഷം എനിക്ക് തരാമെന്ന് പറഞ്ഞല്ലോ, എൻ്റെ ഞാൻ എത്രയോ ലക്ഷം ഇപ്പം തന്നെ അടച്ചു, ഈ കാശ് കൂട്ടി തന്നെ വെച്ചിരുന്നെങ്കിലും എനിക്ക് എൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കായിരുന്നു. അപ്പോൾ ഈ മാഡം പറഞ്ഞു, എന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് എനിക്ക് 18 ലക്ഷം രൂപ മാത്രമേ തരാൻ പറ്റുള്ളൂ. ഒരു കാര്യം ആയിരിക്കണം, ഫസ്റ്റ് അടവ് 8 ലക്ഷം, പിന്നീട് അങ്ങോട്ട് 6 ലക്ഷം രൂപ വെച്ചിട്ട് മാസം അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ഈ പറയുന്ന വാല്യുവേഷൻ ഇട്ടത് 38 ലക്ഷം 70. ഓക്കെ, എന്തായാലും ഒരുപാട് ആൾക്കാരുടെ കണ്ണീരുണ്ടല്ലോ ചേച്ചി, അതിൻ്റെയൊക്കെ കർമ്മ അടിച്ചാന്ന് കരുതിയാൽ മാത്രം മതി. ആ വ്യക്തിക്ക് 20 ലക്ഷം രൂപയോളം കൊടുക്കാറുണ്ട്, 20,16,000 രൂപ. എത്ര പേരുടെ ഇങ്ങനെ എടുത്ത് റോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പോട്ടെ, നന്നാവുന്നവരൊക്കെ നന്നാവട്ടെ. എന്തായാലും ഇവിടെ 5 രൂപയ്ക്ക് നീതി കിട്ടിയല്ലോ, അത് തന്നെ ഏറ്റവും കൂടുതൽ വലിയ കാര്യം. എന്ത് തോന്നുന്നുണ്ട് ചേച്ചിയുടെ സംസാരത്തിനെ കുറിച്ചൊക്കെ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ. ഈ ഒരു ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചത് മാത്രമേ ഉള്ളൂ. പഴയ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ, അപ്പോൾ അതിലും ഞാൻ സൈക്കോ ചേട്ടനൊക്കെ എൻ്റെ വോയിസ് ഒക്കെ വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ വെക്കാമെന്ന് എഴുതി വെച്ചതേ ഉള്ളൂ. ബൈ ബൈ, ലവ് യു ഓൾ.